അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്നുൽ ജൗസിയുടെ ഹിഫ്ദുൽ ഉംർ എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. ഖാല ബഅദുൽ ഹുക്കമായി, ചില ജ്ഞാനികൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. കൈഫ യഫ്രഹു ബിദ്ദുനിയ, ഈ ലോകത്തെ കൊണ്ട് എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? മൻ, ഒരാൾക്ക്, യോമുഹു, അവൻ്റെ ദിവസം, യഹ്ദിമു ഷഹറഹു, അവൻ്റെ മാസത്തെ അടിച്ചുടക്കുന്നു. ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുക? അയാളുടെ ഒരു ദിവസം അയാളുടെ ഒരു മാസത്തെ അടിച്ചുടക്കുകയാണ്. വശഹറഹു വശഹറുഹു, അവൻ്റെ മാസം, യഹ്ദിമു സനതഹു, അവൻ്റെ ഒരു വർഷത്തെ അടിച്ചുടക്കുകയാണ്. അവൻ്റെ ഒരു ദിവസം അത് അവൻ്റെ ഒരു മാസത്തെ അടിച്ചുടക്കുന്നു. അവൻ്റെ ഒരു മാസം അവൻ്റെ ഒരു കൊല്ലത്തെ അടിച്ചുടക്കുന്നു. വസനത്തുഹു, അവൻ്റെ ഒരു കൊല്ലം, തഹ്ദിമു ഉംറഹു, അവൻ്റെ വയസ്സിനെ തന്നെ അടിച്ചുടക്കുന്നു. അവൻ്റെ ഓരോ വർഷവും അവൻ്റെ വയസ്സിനെ തന്നെ അടിച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ്. കൈഫ യഫ്രഹു ബിദ്ദുനിയ, ഈ ദുനിയാവിനെ കൊണ്ട്, ഈ ലോകത്തെ കൊണ്ട് എങ്ങനെയാണ് സന്തോഷം വരിക, സന്തോഷിക്കാൻ കഴിയുക? മൻ, അതായത് ഒരാൾ, യഖൂദുഹു ഉംറുഹു, അവൻ്റെ വയസ്സ് അവനെ നയിക്കുന്നു, ഇലാ അജലിഹി, അവൻ്റെ അവധിയിലേക്ക്, അഥവാ അവൻ്റെ മരണത്തിലേക്ക്. ഒരാളെ ഈ ലോകം അവൻ്റെ വയസ്സ്, ആ വയസ്സ് അവനെ അവൻ്റെ നിശ്ചിത അവധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ എങ്ങനെയാണ് സന്തോഷിക്കുക? വതഖൂദുഹു ഹയാത്തുഹു, അവൻ്റെ ഈ ലോക ജീവിതം, ഇവിടുത്തെ ജീവിതം അവനെ കൊണ്ടുപോകുന്നു, നയിച്ചു കൊണ്ടുപോകുന്നു, ഇലാ മൗത്തിഹി, അവൻ്റെ മരണത്തിലേക്ക്. അവൻ്റെ ഈ ലോകത്തെ ജീവിതം അവൻ്റെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം വരിക എന്നാണ് ഇബ്നുൽ ജൗസി ചില ജ്ഞാനികളുടെ ഭാഷയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നുകൂടി നോക്കുക. ചില ജ്ഞാനികൾ ഇപ്രകാരം പറഞ്ഞു. കൈഫ യഫ്രഹു ബിദ്ദുനിയ, എങ്ങനെയാണ് ഈ ദുനിയാവിനെ കൊണ്ട്, ഈ ലോകത്തെ കൊണ്ട് നമുക്ക് സന്തോഷം വരിക? മൻ, ഒരാൾ, യോമുഹു യഹ്ദിമു ഷഹ്റഹു വശഹ്റുഹു യഹ്ദിമു സനത്തഹു വസനത്തുഹു തഹ്ദിമു ഉംറഹു, ഒരാളുടെ ഓരോ ദിവസവും ഒരു മാസത്തെ അടിച്ചുടക്കുകയാണ്. ഒരു മാസത്തിൽ നിന്ന് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ അടിച്ചുടച്ച് ഉടഞ്ഞുടഞ്ഞ് പോവാണ്. അങ്ങനെ ആ മാസം തന്നെ ഉടഞ്ഞില്ലാതെയാകും. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇവിടെ സന്തോഷിക്കാൻ പറ്റുക? ആ മാസമാകട്ടെ യഹ്ദിമു സനതഹു, അവൻ്റെ ഒരു വർഷത്തെ അടിച്ചുടക്കാണ്. 12 മാസങ്ങൾ ഓരോന്നോരോന്നായി അടിച്ചുടക്കപ്പെടുമ്പോൾ ആ വർഷം തന്നെ ഇല്ലാതെയായി പോവാണ്, വർഷം കഴിഞ്ഞു പോവാണ്. വസനത്തുഹു, അവൻ്റെ ഓരോ വയസ്സും തഹ്ദിമു ഉംറഹു, അവൻ്റെ വയസ്സിനെ അടിച്ചുടക്കാണ്. അവൻ്റെ വയസ്സ് എത്രയാണോ ദൈവം തമ്പുരാൻ കണക്കാക്കിയത്, അള്ളാഹു കണക്കാക്കിയതെങ്കിൽ ആ വയസ്സിനെ ഒന്നൊന്നായി ഓരോ വർഷങ്ങളായി അടിച്ചുടച്ചുടച്ചുടച്ച് ഇല്ലാതെയാക്കി മാറ്റുകയാണ്. അവൻ്റെ വയസ്സ് തീരുകയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ലോകത്തെ കൊണ്ട് നമുക്ക് സന്തോഷം വരിക? മൻ യഖൂദുഹു ഉംറുഹു ഇലാ അജലിഹി,
അവൻ്റെ വയസ്സ് അവനെ അവൻ്റെ അവജലിലേക്ക്, അവൻ്റെ അവധിയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ തഖൂദുഹു ഹയാത്തുഹു ഇലാ മൗത്തിഹി, അവൻ്റെ ജീവിതം അവനെ മരണത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മാസത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് പോലെ, ഓരോ വർഷത്തിൽ നിന്നും ഓരോ മാസം കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ വയസ്സിൽ നിന്ന്, അവൻ അനുവദിക്കപ്പെട്ട വയസ്സിൽ നിന്ന് അവൻ്റെ ഓരോ വർഷവും കൊഴിഞ്ഞു പോകുന്നത് പോലെ, അതേപോലെ തന്നെ ഈ ദുനിയാവ് ഓരോ നിമിഷവും നമ്മളെ ക്ലോക്കിൽ ദിവസം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജന്മദിനമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഓരോ ജന്മദിനവും നമ്മളെ മരണത്തിലേക്ക് വളരെ വളരെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വയസ്സാകട്ടെ നമ്മളെ മരണത്തിലേക്ക് നയിക്കുകയാണ്. നമ്മളുടെ ജീവിതം മരണത്തിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയാണ്. ഈ അവസ്ഥയിൽ ഈ ലോകത്ത് എങ്ങനെ സന്തോഷം വരുമെന്നാണ് ഈ ജ്ഞാനികൾ ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഈ ലോകത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്താതെ മറ്റൊരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് വേണ്ടത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ തുണക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.